ഏട്ടാ ഒന്ന് വേഗം തുറക്ക്. റൂമിന് പുറത്തുനിന്ന് സഹോദരി വിളിക്കുന്നു. എന്താ മോളെ? അവൻ കതക് തുറന്നു. അവൾ നാണിച്ചകത്ത് കയറി. ഏട്ടാ ചേച്ചിയുടെ അലമാരയും തുറക്കുവോ? എന്താ മോളെ കാര്യം? അവൾ തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് തുറക്കേട്ടാ. അപ്പോഴേക്കും ഭാര്യയുടെ ഫോൺ വന്നു. രാഹുൽ അത് അറ്റൻഡ് ചെയ്യുന്ന കണ്ടപ്പോൾ പെങ്ങളൂട്ടിക്ക് സമാധാനമായി. എന്താടി? രാഹുൽ ഭാര്യയോട് ചോദിച്ചു. ഏട്ടാ എൻ്റെ അലമാരിയും തുറന്നു കൊടുക്ക്. വിപിനിക്ക് പീരീഡ്സ് ആയി. അവിടെ നാപ്കിൻ തീർന്നിരിക്കുക. ഈ പാതിരാത്രിയിൽ എവിടെ പോകാനാ? എൻ്റെ അലമാരയുടെ അടിയിൽ തട്ടിലുണ്ട്, അവളത് എടുത്തോളൂ. ഒന്ന് തുറന്നു കൊടുത്തേര്. ഇതും പറഞ്ഞ് ഭാര്യ ഫോൺ കട്ട് ചെയ്തു. അലമാരി തുറന്നു കൊടുത്തപ്പോൾ അവളതെടുത്ത് ചിരിച്ചുകൊണ്ട് ഓടി. ഈ പെണ്ണുങ്ങൾ അതിജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ. അവൻ ചിരിച്ചു. അപ്പോഴേക്കും ഭാര്യ വീണ്ടും വിളിച്ചു. കൊണ്ടുപോയോ? ആ. ഏട്ടാ നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? പിന്നെ പോവാതെ. ഞാൻ നാളെ മോനെയും കൊണ്ട് വരികയല്ലേ, അന്നെങ്കിലും ലീവായിക്കൂടെ? ഓഫീസിൽ പിടിപ്പത് ജോലിയാ മോളെ. കുറെ ഫയലൊക്കെ മോള് കൊടുക്കാനുണ്ട്. അമ്മ കൂട്ടാൻ വരുന്നുണ്ടല്ലോ. ഞാനെന്തിനാ ഈ കാര്യത്തിന്? ഏട്ടാ ഓക്കെ, ഞാൻ വന്നോളാം. പിന്നെ മറ്റന്നാൾ എന്നെ അപ്രൈസറുടെ അടുത്ത് കാതുകുത്താൻ കൊണ്ടുപോകണം. അതിന് നമ്മൾക്ക് മോനല്ലേ. മോളാണെങ്കിൽ തന്നെ കാതുകുത്ത് 5-ാം വയസ്സിലല്ലേ. മോനും മോൾക്കും അല്ല, എനിക്ക്. നിനക്കതിന് കാതുകുത്തിയതാണല്ലോ. മാത്രമല്ല വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ലേ മൂക്കും കുത്തി മൂക്കുത്തിയിട്ട്. ഇനി എന്നാ കുത്താനാ നീ? അതൊക്കെ ശരി തന്നെ. എൻ്റെ കാതിൻ്റെ മുകളിൽ 2 സ്റ്റഡിന് വേണ്ടി. അവിടെ സ്റ്റഡ് ഇടുന്ന ഇപ്പോൾ ഫാഷനാ. ഓ അത് ശരി. അന്ന് മൂക്കുത്തിടാൻ ചെന്നപ്പോൾ അടികൂടേണ്ടതായിരുന്നു. അപ്രൈസർ നിന്റെ കവളിൽ പിടിച്ച് മൂക്കുത്താൻ തുടങ്ങിയപ്പോൾ ഇനി ചെവിയിലും പിടിക്കും. കഷ്ടം. ഞാൻ വരുന്നടി, നീ വിപിനെയും കൂടി ചെന്നാൽ മതി. അവൾക്ക് ക്ലാസ് ഉണ്ടല്ലോ. നമുക്ക് പോകാൻ ചേട്ടാ പ്ലീസ്. കലിപ്പനാണെങ്കിൽ അവിടെ കൊഞ്ചലി കേട്ടാ പിന്നെ താൻ ഫ്ലാറ്റ്. അപ്പോഴേക്കും രാഹുൽ ഒരലവരാതി ഫ്രണ്ടിന്റെ വീഡിയോ മെസ്സേജ് വാട്സാപ്പ് വന്നു. രാഹുൽ തുറന്നു നോക്കി. അമ്മോ, ചില പാശ്ചാത്യ സ്ത്രീകൾ റിങ് സ്ട്രിട്ട് തുടങ്ങിയ ചുണ്ടിനും മാറത്തും പൊക്കിളിനും അവിടുന്ന് താഴോട്ടൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ. ഈശ്വര, ഇതൊക്കെ തൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടാ പിന്നെ തീർന്നു. ഇടണമെന്നെങ്ങാനും വാശി പിടിച്ചാലോ? അവിടെ ശ്രദ്ധയിൽപ്പെടല്ലോ ഈ നശിച്ചതൊന്നും എന്ന പ്രാർത്ഥനയോടെ രാഹുൽ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ആ അലവരാതി ഫ്രണ്ടിനെ ബ്ലോക്ക് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ രാഹുൽ ഓഫീസിലേക്ക് പോയി. രാഹുലിന്റെ അമ്മയും രാവിലെ തന്നെ പോയി ചിലങ്കയും മോനെയും കൂട്ടിക്കൊണ്ടുവന്നു. ചിലങ്ക കുഞ്ഞുവാവയുടെ തുണിയൊക്കെ അലക്കി പിഴിഞ്ഞ് നടുവ് നിവർത്തിയപ്പോൾ അമ്മോ, നടുവിന് വല്ലാത്ത വേദന. പ്രസവിക്കേണ്ടായിരുന്നു. ബക്കറ്റിലിട്ട തുണിയൊക്കെ എടുത്തുകൊണ്ടുപോയി അഴയിലിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പൊന്നമ്മ ചേച്ചി നടന്നു പോകുന്നത് കണ്ടത്. ചിലങ്കയെ കണ്ടവർ അവിടെ നിന്ന് അവളെ തന്നെ തുറച്ചു നോക്കുന്നല്ലാതെ ഒന്നും ചോദിച്ചില്ല. അവൾ ചിരിച്ചു കാണിച്ചു. പക്ഷെ പൊന്നമ്മ ചേച്ചി തിരിച്ചിരിച്ചില്ല. എന്തോ തന്നെ മനസ്സിലായി കാണില്ലെന്ന് ചിലങ്കക്ക് തോന്നി. ബക്കറ്റൊക്കെ എടുത്ത് കഴുകി വെച്ച് അവൾ നേരെ വീടിനകത്തേക്ക് കയറിപ്പോയി. നേരെ വാവയ്ക്കെടുത്തിയ ബെഡ്റൂമിലേക്ക് പോയി. എന്താ കുഞ്ഞാവേ, മോനിന്ന് ഇങ്കം കഴിക്കണ്ടേ? എന്തൊരു ഉറക്ക. അമ്മയുടെ കൊഞ്ചിക്കൊണ്ടുള്ള ശബ്ദം കേട്ട് കുഞ്ഞുവാവ് ഉണർന്നു. അവനുണർന്ന് അവന്റെ ഉണ്ട കണ്ണുകൊണ്ട് അമ്മയെ തുറിച്ചു നോക്കി. അവൻ അമ്മയെ തുറിച്ചു നോക്കിയിട്ട് പിന്നെ അടഞ്ഞു വരുന്ന കണ്ണുകൾ പെട്ടെന്ന് പതിയടഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി. മോന്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ല. ചിലങ്കക്ക് മനസ്സിലായി. ഉറങ്ങിക്കോ, എനിക്കിപ്പോഴാണ് രാത്രിയല്ലേ. എന്നിട്ട് വേണം പാവി അമ്മയെ രാത്രി കിടത്തി ഉറക്കാതിരിക്കാൻ. അല്ലേടാ കള്ള, അതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ ഈ പകലുറക്കം? കൊച്ചു തെമ്മാടി. അപ്പോഴേക്കും വൈബ്രേഷൻ മോഡുള്ള അവിടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കി. രാവിലെയായിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ്. അവൾ കോൾ എടുത്തു. അയ്യോ, വീഡിയോ കോളാണല്ലോ. എന്താ, എനിക്ക് വീഡിയോ കോൾ വന്നൂടെ? നീ എത്തിയ വീട്ടില്? ഞാൻ 10 മണിക്ക് എത്തിയേട്ടാ. മോനെന്ത് ചെയ്യാ? നീ നോക്ക്, അവൻ എന്നത്തെയും പോലെ തൊട്ടിൽ സുഖമായിട്ട് ഉറങ്ങുക. അറിയാലോ, അവനിപ്പോൾ രാത്രിയാ. ഇനി നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ അവൻ ഉഷാറാം. പിന്നെ നേരം വെളുക്കും വരെ ചിരിയും കളിയും കരച്ചിലും പാലുടിക്കലും. ഈ അമ്മച്ചിയെ നേരെ കിടത്തി ഉറക്കൂല. കുറെ നാളായില്ലേ ഏട്ടൻ സുഖമായിട്ട് രാത്രി കിടന്നിറങ്ങുന്നു. ഇനി ഏതായാലും കുറച്ച് അവൻ്റെ കലാപരിപാടി കണ്ട് അനുഭവിക്കുക. ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇനി വേണം എനിക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും കിടന്നുറങ്ങാൻ. നിങ്ങൾ അച്ഛനും മോനെ എന്താന്ന് വെച്ചാൽ ചെയ്തു. അതും പറഞ്ഞുകൊണ്ട് ചിലങ്ക വീഡിയോ കോളിന്റെ ക്യാമറ തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുവാവയുടെ നേരെ പിടിച്ച് അവന് രാഹുലിനെ കാണിച്ചു. അത് കേട്ട് രാഹുൽ ചിരിച്ചു. ഞാൻ ഊണഴിച്ചിട്ട് വിളിക്കാം. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ, നീ വല്ലതും കഴിച്ചോ? അമ്മ എവിടെയുള്ളത്? അമ്മ അടുക്കളയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് റെഡിയാക്കി. അതിനുശേഷം ഞാൻ മുഷിഞ്ഞ മോൻ്റെ ഉടുപ്പുകളൊക്കെ അലക്കി ഉണക്കാനിട്ടു. ഇപ്പൊ അകത്തേര് വന്നതേ ഉള്ളൂ. ശരി, ഞാൻ വെക്കട്ടെ. രാഹുൽ ഫോൺ വെച്ചു. രാഹുൽ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വീടിനടുത്തുള്ള കവലയിൽ ബസ് ഇറങ്ങി. ബാലേട്ടന്റെ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നും അമ്മ രാവിലെ നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുകയാണ് പൊന്നമ്മ ചേച്ചിയെ കണ്ടത്. അല്ല, രാഹുൽ മോനാണോ? എടാ, നിന്റെ വീട്ടിൽ ആരാണ് ഒരു പെണ്ണ്? അത് ചിലങ്ക, എന്റെ ഭാര്യ. ചിലങ്ക പെണ്ണ് എണീറ്റ് വന്നോ? ഞാനെന്ത് പോയുള്ള ആ പെണ്ണ് എങ്ങനെയാടാ ഇത്രയും വണ്ണം വെച്ച്? ഈശ്വര, ചിലങ്കക്ക് കണ്ണു തട്ടി തന്നെ. രാഹുൽ മനസ്സിലോർത്തു. എന്നിട്ട് പറഞ്ഞു, ഓ, അത് ഈ പ്രസവിച്ച സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന നീരായിരിക്കും ചേച്ചി. ആയിരിക്കും. ഉച്ചക്ക് ഞാൻ അതിലേ വരുമ്പോൾ കണ്ടിരുന്നു. പക്ഷെ അവളാണെന്ന് കരുതിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ മിണ്ടിയിട്ട് പോലുമില്ല. വേറെ ആരോ ആണെന്ന് കരുതി. ആ കൊച്ചി എന്നാ കരുതി കാണും. അതൊന്നും സാറിലേച്ചി, ഇനി കാണുമ്പോൾ മിണ്ടാലോ. അതും പറഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് നടന്നു.
വീട്ടിലെത്തിയ രാഹുലിന് ചിലങ്കയെ കണ്ടപ്പോൾ മനസ്സിലായി പൊന്നമ്മ ചേച്ചി പറഞ്ഞ സത്യത്തിൽ ശരിയാണ്. ചിലങ്ക നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. രാഹുൽ മോനെടുത്ത് കുറെ ലാളിച്ചു. അന്ന് രാത്രി അവൻ അവളോട് പറഞ്ഞു, സത്യത്തിലേ എനിക്ക് നാദിരാത്രിയാ. അതെന്താ? അന്നത്തെ ആദ്യരാത്രി പൊന്നമ്മ ചേച്ചി പറഞ്ഞ പോലെ വേറൊരു ഞരന്തായിരുന്നു നീ. ശരിക്കും ഇപ്പൊ നീ വേറൊരു പെണ്ണായിട്ടുണ്ട്. ആണോ? അവൾ ചോദിച്ചു. പിന്നെ ഒരു കാര്യം, എൻ്റെ കാതിന് സ്റ്റെഡ് കുത്തി തന്നെ കേട്ടോ. ആടി കുത്തിത്തരാം. ചേട്ടാ ഇന്നെന്താണാവും വാവ് ഉറങ്ങിയാണ്? നിങ്ങളുടെ ഭാഗ്യം. ആണടി, അവനെ അപ്പൻ്റെ മനസ്സറിയാം. ഈ അപ്പനെ എത്ര നാളായിട്ടൊന്നും അമ്മയെ കണ്ടിട്ട്, അതുകൊണ്ടാ അവൻ ഉറങ്ങുന്നത്. അതും പറഞ്ഞ ആക്രാന്തത്തോടെ അവനവളെ കെട്ടിപ്പിടിച്ചു. നിക്ക് ഇനിയൊരു ആദ്യരാത്രി കൂടി ഉണ്ടാവും. അവൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, അതെന്താ അങ്ങനെ? അവൾ മൊബൈൽ ഫോണിൽ നിന്ന് തടിച്ച് പൊണ്ണത്തി അവളുടെ അമ്മയുടെ ഇമേജ് കാണിച്ച് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കും ഞങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന രൂപം. ഇനി ഈ ഒരു സ്ത്രീയെ കൂടി കാണേണ്ടി വരും എന്നിൽ. രാവിലെ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് തലയിൽ കൈവച്ച് പോയി.